ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത അധ്യായം 1. കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈനിക നിരീക്ഷണം. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരമായി ഒന്നിച്ചുകൂടിയ എൻ്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു? അനേക ലക്ഷം പേർ പാരായണം ചെയ്തു പോന്ന ദൈവിക ശാസ്ത്രമാണ് ഭഗവത്ഗീത. അതിൻ്റെ രത്നചുരുക്കമായ ഗീതാമാഹാത്മ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. കൃഷ്ണഭക്തനായ ഒരാളുടെ സഹായത്തോടെയും സ്വാർത്ഥ പ്രചോദനങ്ങളൊന്നുമില്ലാതെയും സനിഷ്കർഷം വായിക്കേണ്ടതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള വഴി അതിൽ തന്നെയുണ്ട്. ഭഗവാനിൽ നിന്നു തന്നെ ആ ഉപദേശം കേട്ട് ഗ്രഹിച്ച അർജുനന്റെ വഴി, ശിഷ്യ പരമ്പരയിലൂടെ പോന്ന ആ പദ്ധതിയനുസരിച്ച് യാതൊരു സേനാദേശ വ്യാഖ്യാനവും കൂടാതെ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായ ആൾ ലോകത്തിലെ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പഠനത്താലും നേടാവുന്നതിലധികം ജ്ഞാനം ഉൾക്കൊള്ളുന്നു. മറ്റ് ആധ്യാത്മിക കൃതികളുള്ളതെല്ലാം ഗീതയിലുമുണ്ട്. മറ്റൊന്നിലും കാണാത്തതും വായനക്കാർക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയും. അതാണ് ഭഗവത്ഗീതയുടെ വൈശിഷ്ട്യം. ഈ ആധ്യാത്മിക ശാസ്ത്രം പരിപൂർണമാണ്. എന്തെന്നാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് അരുളി ചെയ്തതാണിത്. മഹാഭാരതത്തിൽ വിവരിക്കുന്ന സഞ്ജയനും ധൃതരാഷ്ട്രരുമായുള്ള സംവാദമാണ് ഈ തത്വശാസ്ത്രത്തിൻ്റെ നടിത്തറയായി വർത്തിക്കുന്നത്. കുരുക്ഷേത്രത്തിലെ പോർനിലത്തുവെച്ചാണ് ഇതിൻ്റെ ഉൽപ്പത്തിയെന്നും നമുക്കറിയാം. സ്മരണാതീതമായ വൈദിക കാലം മുതൽക്കേ തീർത്ഥാടകരുടെ ഒരു പുണ്യസ്ഥലമായിരുന്നു അത്. മനുഷ്യവർഗത്തിന് വഴികാട്ടുവാനായി ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച കാലത്ത് ചെയ്ത ഉപദേശമാണ് ഭഗവത്ഗീത. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.